ബലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അല്ലേ? അതായത് നമ്മൾ എറണാകുളത്ത് ഇപ്പോൾ കണ്ട ആലുവ മണപ്പുറം പോലെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരിടം തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അവിടെയും പതിവായി ബലിതർപ്പണ ചടങ്ങുകൾ നടക്കാറുണ്ട്. നാളെ ആ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇന്ന് തന്നെ എത്രത്തോളം തിരക്കാണ് എന്നുള്ളത്. ഇന്നത്തെ മാത്രമല്ല ഇത്തരത്തിലുള്ള തിരക്ക്, അവിടെ എല്ലാ ദിവസവും തിരക്കാണ്. നാളെ പിന്നെ പറഞ്ഞറിയിക്കുകയും വേണ്ട. അവിടെ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, ഒരുക്കങ്ങൾ പ്രത്യേകിച്ച് നടത്തേണ്ട ഒരിടമല്ല, കാരണം എല്ലാ ദിവസവും വലിയ തിരക്കാണ് പിതൃതർപ്പണത്തിനായി അവിടെ എത്താറുള്ളത്. പക്ഷെ നാളെ നമുക്ക് അറിയാം എത്രയോ ഇരട്ടി പേർ അവിടേക്ക് എത്തും. വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവിടേക്ക് എത്തും. എങ്കിലും ചോദിക്കുകയാണ്, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? കൃഷ്ണരാജ്, രാഖി, ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്ര സന്നിധിയിൽ പൂർത്തിയായി വരികയാണ്. നമുക്കറിയാം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത് അത് നിത്യമായി ബലിതർപ്പണം നടക്കുന്നൊരു ക്ഷേത്രമാണ്. അത് എല്ലാ ദിവസവും ബലിതർപ്പണം നടക്കുന്ന ക്ഷേത്രം. നൂറുകണക്കിന് ഭക്തർ ഇവിടേക്ക് പിതൃതർപ്പണത്തിന് വേണ്ടി എത്തുന്നൊരു സ്ഥലമാണ്. ഇല്ലം വല്ലം നെല്ലി എന്നാണ് അത് പ്രമാണമായിട്ട് പറയുന്നത് പോലും. നമ്മുടെ ഒന്നാമതായിട്ട് നമ്മളെ അതോടൊപ്പം തന്നെ വല്ലം തിരുവല്ലം, അതോടൊപ്പം തന്നെ തിരുനെല്ലി ഈ 3 സ്ഥലങ്ങളാണ് പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ ബലിതർപ്പണത്തിന് അനുയോജ്യമായ സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബലിതർപ്പണം നടത്താൻ ഏറ്റവും ചെയ്യേണ്ട ഇടങ്ങൾ എന്ന് പറയുന്നത്. തിരുവല്ലം അങ്ങനെയാണ്, അങ്ങനെ ആ ഒരു ക്രമം പോലും പറയുന്നത് അങ്ങനെയാണ്. ുള്ള പരശുരാമ ക്ഷേത്ര സന്നിധിയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോഴും ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ തന്നെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് നിത്യബലി ഉണ്ട് എന്ന് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. എന്തായാലും ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള നാളത്തെ കർക്കിടക വാവ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച പന്തൽ നിലവിലുണ്ട്. അത് ക്ഷേത്രത്തിനകത്തും പന്തലുണ്ട്, ക്ഷേത്രത്തിന് പുറത്തും പന്തലുണ്ട്. അങ്ങനെ മറ്റ് ഈ തിരക്ക് പ്രമാണിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള ഭക്തർക്ക് അവിടെ നിന്നും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകാനുമുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം, അങ്ങനെ എല്ലാവിധ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഒരുക്കി വരികയാണ്. നിരവധി ഭക്തർ ഇപ്പോൾ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, രാത്രിയോടുകൂടി തന്നെയാണ് ഈ ബലിതർപ്പണം അതിൻ്റെ സമയം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും തിരുവല്ലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ നിത്യമായ ബലിതർപ്പണം നടക്കുന്നതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതുകൂടി ഏറ്റവും വലിയ വൈശിഷ്ട്യമാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകത കൂടിയാണ്. എന്തായാലും ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും ഒക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ബലിതർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ തർപ്പണങ്ങളിൽ അല്ലെങ്കിൽ പൂജകളിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കർമ്മം എന്നുകൂടി പറയുന്നു ഈ പിതൃതർപ്പണം എന്ന് പറയുന്നത്. പിതൃക്കൾക്കുള്ള തർപ്പണമാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, പിതൃമുക്തി ഏവം നരജന്മസിദ്ധി എന്നാണ് പറയുന്നത്. പിതൃക്കളുടെ മുക്തിയാണ് ഈ നരൻ്റെ, മനുഷ്യൻ്റെ ജന്മസാഫല്യം തന്നെ പിതൃമുക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ വൈശിഷ്ട്യം ഈ ഒരു പിതൃതർപ്പണം അർഹിക്കുന്നതെന്നാണ് ഏറ്റവും പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജന്മത്തിൽ ചെയ്യാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പൂജാ ക്രിയ കൂടിയാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പിതൃതർപ്പണത്തിൻ്റെ മറ്റൊരു വൈശിഷ്ട്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം അർപ്പണം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നതാണ് പിതൃതർപ്പണം എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ക്രിയകൾ, ഗണപതി ഹോമമായിക്കോട്ടെ, മറ്റുള്ള ക്രിയകളൊക്കെ ആരെങ്കിലും ഒരാൾ ചെയ്തതാണെങ്കിൽ, ഏതെങ്കിലും ഒരു പൂജകൻ ചെയ്യുന്നതാണെങ്കിൽ ഇതിന് മറിച്ചുകൊണ്ട് നമ്മുടെ ആത്മസമർപ്പണം കൂടിയാണ് ഈ പിതൃതർപ്പണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി, നമ്മുടെ പിതാമഹന്മാർക്ക് വേണ്ടിയിട്ട്, മാതൃപിതാമഹന്മാർക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള നമ്മുടെ പരമ്പരയിൽപ്പെട്ടിട്ടുള്ള സമസ്ത പിതൃക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ പൂജകളൊക്കെ ചെയ്യുന്നത്. ഓരോ വർഷവും ശ്രാദ്ധകർമ്മത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കർക്കിടകം ഈ കറുത്ത പക്ഷത്തിൽ ഈ വാവ് ദിവസം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും വൈശിഷ്ട്യമെന്ന് പറയുന്നത്. അതിൽ ഈ ബലിതർപ്പണങ്ങളെല്ലാം വീടുകളിൽ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ഓരോ മാസവും ബലിതർപ്പണം ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ തർപ്പണം എന്ന് പറയുന്നത് ഈ കർക്കിടക വാവ് ദിവസം എന്നാണ്. അതായത് കർക്കിടക വാവ് എന്ന് പറയുന്നത് അത് പിതൃക്കളുടെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പിതൃക്കളുടെ ഒരു ദിവസമായിട്ടാണ് ഈ ഒരു വർഷത്തിലെ കറുത്തവാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പിതൃക്കളുടെ ഒരു ദിനം. ആ ദിനത്തിൽ അവർക്ക് വേണ്ട ഈ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് ഈ തർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ
ഹൈന്ദവ ഗ്രന്ഥങ്ങളടക്കം പറയുന്നത്. എന്തായാലും അത്തരത്തിൽ മഹനീയമായ ഒരു കർമ്മത്തിന് കൂടിയാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഇപ്പോൾ തന്നെ ഈ പരശുരാമ ക്ഷേത്ര സന്നിധിയിൽ നൂറുകണക്കിന് ഭക്തർ ഇവിടേക്ക് തർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നു. അതിൻ്റെ കർമ്മങ്ങളടക്കം ക്രിയകളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയമാകുന്നതോടുകൂടി തന്നെ വലിയ സഹസ്രം തന്നെ ഇവിടേക്ക് എത്തുമെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന ഭക്തരെ ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തുനിന്നും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ തിരക്കുകളുണ്ടെങ്കിൽ ആ തിരക്കുകൾ അത് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഔഷധ സൗകര്യങ്ങളടക്കം, അതായത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ടി തരണം ചെയ്യുന്നതിനോടൊപ്പമുള്ള അത്തരത്തിൽ മെഡിക്കൽ സർവീസുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് പ്രായമായ ആളുകളൊക്കെ എത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഈ തർപ്പണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായിട്ട് വിവിധ പന്തലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ പന്തലുകൾ സജ്ജീകരിച്ചുകൊണ്ട് അതിൻ്റെ ക്രിയകളിലേക്കൊക്കെ കടക്കുകയും ചെയ്യും. എന്തായാലും ഇനി വാവ് ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പഞ്ചാംഗപ്രകാരം പറയുമ്പോൾ ഇന്ന് രാത്രി 11 മണിയോടുകൂടിയാണ് വാവ് ആരംഭിക്കുന്നത്. ആരംഭിച്ചു കഴിഞ്ഞാൽ നാളെ രാത്രി 12-ാം തീയതി രാത്രി 10 മണി വരെ വാവിന് സമയമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പൂർണ്ണമായി ഒരു രാത്രിയും 2 രാത്രി കിട്ടുന്ന തരത്തിൽ ആണെന്ന് വാവുള്ളത്. ഒരു പകൽ പൂർണ്ണമായും വാവ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പരമാവധി ഭക്തർക്ക് ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്താനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ തർപ്പണം നടത്താനും സാധിക്കുമെന്നത് കൂടിയാണ് ഈ വർഷത്തെ വാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു പകൽ പൂർണ്ണമായിട്ടും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രി ആളുകൾ എത്തുന്നതിൽ നിന്നും മറിച്ച് ഏറ്റവും കൂടുതൽ ഭക്തർ ഈ തർപ്പണം ചെയ്യാൻ എത്തുന്നത് പകലായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു വൈശിഷ്ട്യം കൂടി ഇത്തവണ ഉണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പണ്ട് ഈ തിരുവല്ലമായാലും ശരി, തിരുനെല്ലി ആയാലും ശരി, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വർക്കല, പാപനാശനം, തിരുമുല്ലവാരം ഇങ്ങനെയൊക്കെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്കായിരുന്നു എത്തുന്നതെങ്കിൽ ഇപ്പോൾ അതത് പ്രാദേശികമായ സ്ഥലത്തിലുള്ള ഈ സ്നാനഘട്ടങ്ങളെല്ലാം പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഗംഗാസങ്കല്പം നടത്തിക്കൊണ്ട് അവിടെ ഒരു ബലിതർപ്പണ കേന്ദ്രം, ഒരു ബലിതർപ്പണ ഘട്ടങ്ങൾ ആക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടങ്ങളിലേക്ക് ആളുകളെത്തി അതത് സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടും ഇപ്പോൾ ബലിതർപ്പണം വളരെ വ്യാപകമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ഈ തർപ്പണം നടന്നു വരുന്നു എന്നതുകൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവല്ലത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ ഇതേ സമയമാകുമ്പോൾ ഇവിടെ ക്ഷേത്ര സന്നിധിയിലായാലും ശരി, ക്ഷേത്രത്തിന് പുറത്തായാലും ശരി, ബലിതർപ്പണത്തിലെത്തുന്നവരുടെ ഭക്തരുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. ഇവിടേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ പരശുരാമ ക്ഷേത്രത്തിൽ അവർക്ക് ഈ പൂജയ്ക്കുള്ള, അതായത് തർപ്പണം നടത്താനുള്ള ദ്രവ്യങ്ങളെല്ലാം പ്രത്യേകം സജ്ജീകരിച്ചിരുന്നു. അത് ജലത്തിനായി ഒരു കിണ്ടി ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് എള്ളും പൂവും ദർഭയും കൂർച്ചവും പവിത്രവും എല്ലാം പ്രത്യേകമാണ് ഇവർക്ക് നൽകുന്നത്. അതിനുശേഷമാണ് പൂജകൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഈ തർപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, ഏതൊക്കെ ക്രിയാവിധികൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ രീതിയിലുള്ള മഹാസങ്കല്പവും അതോടൊപ്പം തന്നെ പഞ്ചപിണ്ഡ മന്ത്രവും അടക്കം ചൊല്ലും. ആ പഞ്ചപിണ്ഡ മന്ത്രവും മഹാസങ്കല്പവും എല്ലാം ചൊല്ലിക്കൊണ്ടായിരിക്കും ഇത്തരത്തിൽ തർപ്പണം നടത്തുക. എന്തായാലും ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. എല്ലായിടത്തേക്കും തലസ്ഥാനത്ത് തിരുവല്ലത്ത് ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. നമുക്ക് ഒരിക്കൽ കൂടി ആലുവ മണപ്പുറത്തേക്ക് പോകാം അല്ലേ? എനിക്ക് തോന്നുന്നു നമുക്ക് ജിജീഷിനൊപ്പം ഒരു അതിഥി കൂടി ഉണ്ട് എന്നുള്ളത് ആണ് മനസ്സിലാക്കുന്നത്. ജിജീഷിലേക്ക്. രാഗി, ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുന്നു. ഒപ്പം നമുക്ക് സേവാഭാരതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവാഭാരതി എല്ലാ വർഷവും വലിയ ക്രമീകരണങ്ങൾ സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സേവാഭാരതി നടത്താറുണ്ട്. ഒപ്പം തന്നെ സക്ഷമ പോലുള്ള സംഘടനകൾ നേത്രദാന ക്യാമ്പുകളുമായി സജീവമാകാറുണ്ട്. സേവാഭാരതിയുടെ ആലുവ പ്രസിഡന്റാണ് അദ്ദേഹം, നാരായണൻ. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സേവാഭാരതി? ആലുവ സേവാഭാരതി ആക്ച്വലി കർക്കിടക വാവ് ദിനത്തിൽ ഒരു വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ വോളണ്ടിയേഴ്സ് ഗ്രൂപ്പ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു വോളണ്ടിയർ ഗ്രൂപ്പ് ഫോം ചെയ്ത് ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റിയും ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആംബുലൻസ് സർവീസ് ഉണ്ട്. ആർക്കെങ്കിലും എന്ത് മെഡിക്കൽ പ്രശ്നം വന്നാലും നമ്മുടെ ആംബുലൻസ് വിൽ ബി അവൈലബിൾ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നുണ്ട്. ഈ വരുന്ന വളരെ അകലെ നിന്നൊക്കെ വരുന്ന ഇഷ്ടംമാതിരി ഭക്തജനങ്ങളുണ്ട്, അവർക്ക് ചുക്ക് കാപ്പി വിതരണം നടത്തുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയുള്ള എന്ത് സപ്പോർട്ടും, ആർക്കെങ്കിലും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ആലുവ സേവാഭാരതി ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ആംബുലൻസ് സർവീസും പിന്നെ വോളണ്ടിയർ ഗ്രൂപ്പും പിന്നെ ഈ പറഞ്ഞ മാതിരി ലഘുഭക്ഷണവും
കൊടുക്കുന്നതാണ്. കഴിഞ്ഞ തവണയൊക്കെ ആളുകൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ തിരക്കിലൊക്കെ പെട്ട പ്രായമായവരുടെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസുകളാണ് വലിയ തോതിൽ അതിനൊരു ഹെൽപ്പ് ചെയ്തത്. സേവാഭാരതിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ വോളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഓൾറെഡി ഗ്രൂപ്പ് ഫോം ചെയ്തു അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇവരായിട്ട് ബന്ധപ്പെട്ടു, ആരായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വം ബോർഡും ബന്ധപ്പെട്ടു. അവരായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ റെഡിയാന്നുള്ള ഒരു ആംഗിളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കർക്കിടക ബാവലി ആലുവ ശിവരാത്രി മണപ്പുറത്ത് സൂപ്പറായി നടക്കട്ടെ എന്ന്. അതുപോലെ തന്നെ സർക്കാർ എല്ലാ തവണയും ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ വെള്ളം അല്ലേ, ഇത്തവണയും നമ്മളെ ഇതിനോടനുബന്ധിച്ച ദിവസങ്ങളിലായിരുന്നു കാലവർഷം ശക്തമായതും വെള്ളക്കെട്ട് പല ഭാഗങ്ങളും വന്നതും. അതെല്ലാം ഒരു നല്ല നിലയിലേക്ക് തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ട് എന്നൊരു ആശ്വസിക്കാൻ വകയുള്ള കാര്യമല്ലേ? ചെറിയൊരു ആശ്വാസമുണ്ട്, അത് ഉണ്ട്. പക്ഷേ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ദേവസ്വം ബോർഡ് ചെയ്യണം. ഇവിടെ റൈറ്റ് സൈഡിൽ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. അവിടെ ബാക്കി ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള മാതിരി ഒരു വൃത്തിയായിട്ടുള്ള ഒരു ബലി ചെയ്യാനുള്ള സൗകര്യം ഭക്തന് ചെയ്തു കൊടുക്കണം. ഇവർ നമ്മളെല്ലാ വർഷവും പൈസ ദേവസ്വം ബോർഡ് ടെൻഡർ കൊടുത്ത് പൈസയൊക്കെ ലേലം വിളിച്ച് പൈസയൊക്കെ മേടിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കർമ്മികൾക്കും ഒരു ഉപകാരമാവും, ജനങ്ങൾക്ക് വരുന്നവർക്ക് ഉപകാരമാവും. എന്നാൽ തിരിക്കാൻ ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അതൊരു അറേഞ്ച്മെൻറ്റ് അത്യാവശ്യമായിട്ട് ആലുവ മണപ്പുറത്ത് ചെയ്യണം. ഇതേ എനിക്ക് പറയാനുള്ളൂ. ആലുവ സേവാഭാരതിയുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവും എല്ലാ കാര്യത്തിലും. കൃഷ്ണജി, ഇത്തരത്തിൽ വലിയ ഒരുക്കങ്ങൾ സേവാഭാരതി നടത്തിയിരിക്കുന്നു എന്നതാണ് എല്ലാ തവണത്തേതും പോലെ ഇത്തരം ഭക്തർ എത്തിയേരുന്ന പൊതുവായ ആചാരപരമായ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മറ്റു രക്ഷാകരങ്ങൾ എത്തേണ്ട മേഖലകളിലാണെങ്കിലും എല്ലാം തന്നെ സേവാഭാരതി അവിടെയെല്ലാം സജീവമായി എത്താറുണ്ട്. അങ്ങനെ സേവാഭാരതിയുടെ ഒരു സഹായ ഹസ്തങ്ങളും അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒപ്പം തന്നെയാണ് ഇപ്പോൾ തന്നെ 10ഓളം ബലിത്തറകൾ തയ്യാറായി കഴിഞ്ഞു. 60ഓളം ബലിത്തറകളാണ് നാളെ പൂർണ്ണമായും തന്നെ ക്രമീകരിക്കപ്പെടുക എന്ന കാര്യം ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും എല്ലാ ഭക്തർക്കും തിരക്കില്ലാതെ എല്ലാ ആചാരങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന ഒരു ക്രമീകരണം തന്നെയാണ് ഈ ബലിത്തറകളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ ബലിത്തറകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി സജ്ജമാക്കപ്പെടുകയും ചെയ്യും. എന്തായാലും ആലുവ മണപ്പുറത്തും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ തലസ്ഥാനത്ത് നിന്നുള്ള വിവരങ്ങളും പങ്കുവച്ചു.